ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അരുണിനെയും ശ്രീകുട്ടിയുമാണ്. അവർ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുമ്പോഴേക്കും ജയേഷും പോലീസുകാരും ചേർന്ന് അശ്വതിയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശ്രീകുട്ടി. അരുൺ ശ്രീകുട്ടിയെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അരുണിൻ്റെയും ശ്രീകുട്ടിയുടെയും പിന്നാലെ ഗസ്റ്റ് ഹൗസിലേക്ക് ഐശ്വര്യ പോയ കാര്യം ആദി അമൃതയോട് പറയുകയാണ്. ആദ്യേട്ടാ, നമുക്കും അങ്ങോട്ടേക്ക് പോകാം. ഐശ്വര്യ അവിടെ വെച്ച് അവരെ 3 പേരെയും കൂടി കണ്ടാൽ പിന്നെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും, ആകെ പ്രശ്നമാകും എന്നൊക്കെ അമൃത പറയുമ്പോൾ ആദി പറയുകയാണ്, എനിക്ക് വയ്യ അവിടെ ചെന്ന് ഇനിയും അവൻ്റെ വായിൽ നിന്നൊന്നും കേൾക്കാൻ വേണ്ടി. അല്ലെങ്കിൽ തന്നെ ഞാൻ അവനെ തടഞ്ഞിരുന്നെങ്കിൽ അവനിവിടെ നിൽക്കുമായിരുന്നെന്ന് അമൃതയ്ക്ക് തോന്നുന്നുണ്ടോ? അവൻ നിൽക്കത്തില്ലായിരുന്നു. കൂടാതെ അത് വലിയ പ്രശ്നവുമായി മാറിയേനെ. എനിക്കെന്താണെങ്കിലും ഇപ്പോൾ ഒരു വഴക്കിനൊന്നും താല്പര്യമില്ല. അവൻ അവൻ്റെ വഴിക്ക് തന്നെ പൊയ്ക്കോട്ടെ എന്ന് ആദി പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഐശ്വര്യ വരികയാണ്. ഐശ്വര്യയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ആദിയും അമൃതയും. ആദ്യേട്ടൻ എന്നോട് സത്യം പറയണം. ഇപ്പോൾ അരുൺ ശ്രീകുട്ടിയെ കൊണ്ട് പോയിരിക്കുന്നത് ആ അശ്വതിയെ കാണാനല്ലേ? അത് ആയിരിക്കും, എനിക്കറിയില്ലെന്ന് ആദി പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ഇവിടെയുള്ള എല്ലാവരും എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. പിന്നെ അമൃതേടത്തിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത്രയും നാളും ഞാനത് പറയാതെ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല. ആ അശ്വതി ഉണ്ടല്ലോ, ആദ്യേട്ടൻ്റെ കാമുകിയാണ്. കൂടാതെ ആ ശ്രീകുട്ടി ആദ്യേട്ടൻ്റെ മകളും. എന്നാൽ ഇത് കേട്ടിട്ട് ആദ്യേട്ടനെ ഉപേക്ഷിച്ച് ഏട്ടത്തി പോകാനൊന്നും നിൽക്കണ്ട. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമൃതയുടെ മുഖത്ത് ഞെട്ടലൊന്നുമില്ലാത്തത് കൊണ്ട് ഐശ്വര്യ ചോദിക്കുകയാണ്, എന്താ അമൃതേടത്തി ഇതൊന്നും കേട്ടിട്ട് ഞെട്ടിയില്ലേ? ഐശ്വര്യ, എനിക്ക് എൻ്റെ ഭർത്താവിനെ നല്ല വിശ്വാസമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ വിശ്വാസം തകർക്കാനും ആകില്ല. തുടർന്ന് ആദ്യ അമൃതയെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ്. ആദ്യേട്ടൻ ഏട്ടത്തിക്ക് എന്തോ കൈവിഷം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയാണെന്ന് ഐശ്വര്യ മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ജയേഷിനെയും അശ്വതിയെയുമാണ്. അശ്വതിയെ കൊണ്ടുവന്ന് ഒരു വീട്ടിലിട്ട് പൂട്ടിയിരിക്കുകയാണ് ജയേഷ്. ഞാൻ നിന്നെ എന്താണെങ്കിലും കൊല്ലാനൊന്നും പോകുന്നില്ല, എനിക്ക് നിന്നെ വേണം. നീയേ ഞാൻ വിചാരിച്ചതിനേക്കാളും സാമർത്ഥ്യക്കാരിയാ. ജാസ്മിൻ എന്ന ഉളിവേഷം കെട്ടിയല്ലേ നീ ഇത്രയും നാളെ നടന്നത്? തുടർന്ന് ഒരു കത്തിയെടുത്ത് അശ്വതിയുടെ നേരെ നീട്ടിയിട്ട് ജയേഷ് പറയുകയാണ്, കുത്തടി, നീ എന്താ എന്നെ കുത്തുന്നില്ലേ? ഇത് കേൾക്കുന്ന അശ്വതി ഭയത്തോടെ പുറകിലേക്ക് പോകുമ്പോൾ ജയേഷ് കത്തി വലിച്ചെറിഞ്ഞ് അശ്വതിയുടെ മുടിയിലേക്ക് തൊടുകയാണ്. ഈ അവസരം ഞാൻ എന്താണെങ്കിലും വിട്ടുകളയാനേ പോകുന്നില്ല. എൻ്റെ ആഗ്രഹങ്ങൾ തീർക്കാനുള്ള നിമിഷമായത്. അത്രയും പറഞ്ഞുകൊണ്ട് ജയേഷ് അശ്വതിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും സ്റ്റേഷനിൽ നിന്നും കോൺസ്റ്റബിൾ ജയേഷിനെ വിളിക്കുകയാണ്. ഇവിടെ അഖിലെന്ന് പറയുന്ന ഒരാൾ അഡ്വക്കേറ്റുമായിട്ട് വന്നിരിക്കുന്നു. ആ കൊച്ചിനെ അറസ്റ്റ് ചെയ്തത് ആകെ പ്രശ്നമായെന്ന് തോന്നുന്നത്. സാറ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്നും കോൺസ്റ്റബിൾ പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും അരുണും ശ്രീകുട്ടിയും ചേർന്ന് ഒരു അഡ്വക്കേറ്റിനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നതാണ്. അശ്വതിയെ ജാമ്യത്തിലിറക്കാനാ ഞങ്ങൾ വന്നതെന്ന് വക്കീൽ പറയുമ്പോൾ ജയേഷ് പറയുകയാണ്, അങ്ങനെ ഒരാളെ ഞങ്ങളാരും ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടേയില്ല. നിങ്ങൾ വേറെ പണി നോക്കാൻ പറഞ്ഞ് ജയേഷ് അവിടുന്ന് പോകുമ്പോൾ അരുണും ശ്രീകുട്ടിയും പറയുകയാണ്, ഞങ്ങൾ കണ്ടതാ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. തുടർന്ന് വക്കീൽ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സോഴ്സൊക്കെ ഉപയോഗിച്ച് ഒന്ന് നന്നായി അന്വേഷിക്കുക. എന്നിട്ട് നമുക്ക് കേസ് കോടതിയിലെത്തുന്ന കാര്യമൊക്കെ ആലോചിക്കാം. അത്രയും പറഞ്ഞ് അഡ്വക്കേറ്റ് അവിടുന്ന് പോകുമ്പോൾ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയുകയാണ് ശ്രീകുട്ടി. തുടർന്ന് അരുൺ അകത്തേക്ക് ചെന്ന് ജയേഷിനോട് അശ്വതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ജയേഷ് പറയുകയാണ്, അവള് എൻ്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്. എൻ്റെ ആഗ്രഹം ഒന്ന് തീരട്ടെ, അത് കഴിഞ്ഞ് അവളെ വിട്ടയക്കാം. ഇത് കേൾക്കുന്ന അരുൺ ജയേഷിനെ തല്ലുകയാണ്. തുടർന്ന് ജയേഷ് അരുണിനെ പിടിച്ച് സെല്ലിലടയ്ക്കുന്നു. എന്നിട്ട് ജയേഷ് പറയുകയാണ്, SIക്കെതിരെയുള്ള കൊലപാതക ശ്രമം, അതാ നിന്റെ കേസ്. നീ ഇനി ഇവിടുന്ന് എങ്ങനെ ഇറങ്ങുമെന്ന് എനിക്കൊന്ന് കാണണമെന്ന് ജയേഷ് പറയുന്നു. തുടർന്ന് അഖിലും ശ്യാമയും മോളും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. ഞാനൊന്ന് അച്ഛനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അഖില് വർമ്മയെ വിളിക്കുന്നുണ്ടെങ്കിലും വർമ്മ കോള് കട്ട് ചെയ്യുകയാണ്. അഖിൽ സാർ, ഒരു കാര്യം ചെയ്യാം, ഞാനും മോളും കൂടി ഓഫീസിലേക്ക് പോകാം. സാറ് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ശ്യാമ മോളെയും കൂട്ടിക്കൊണ്ട് ആനന്ദവർമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അതേസമയം ജയേഷ് അടച്ചിട്ട മുറിക്കുള്ളിൽ നിന്നും കരയുകയാണ് അശ്വതി. എൻ്റെ ഈശ്വര, ഇതിൽ നിന്നും പുറത്ത് കടക്കാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ എന്ന് അശ്വതി പറയുമ്പോഴാണ് അവിടെ ഒരു ഫോൺ ഇരിക്കുന്നത് അശ്വതി ശ്രദ്ധിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.